ഓസ്ട്രേലിയക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് നിങ്ങൾ പലരും ആലോചിക്കും. കാരണം ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിലേക്ക് മുല്ലപ്പൂ ചൂടി വന്ന ഒരു മലയാള നടിയെ $2,000 ഫൈൻ അടിച്ചു. $1,15,000. അപ്പോൾ അതെന്താ പലരും കരുതും അതെന്താ, ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, UK പോയിട്ടുണ്ട്, അമേരിക്കയിൽ പോയിട്ടുണ്ട്, അവിടെയെങ്കിലും ഒരു പ്രശ്നമില്ല, എല്ലായിടത്തും എനിക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെയെങ്കിലും ഒരു പ്രശ്നമില്ല, എന്താ ഓസ്ട്രേലിയക്ക് എന്താ ഇത്ര ഒരു പ്രത്യേകത എന്നാലോചിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊരു ഐലൻഡാണ്. ഇവിടെ പുറത്തുനിന്നുള്ള ഫുഡ് ഐറ്റംസും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബഗ്സും ഒന്നും വരാൻ ഇവർ അനുവദിക്കുന്നില്ല. ബയോസെക്യൂരിറ്റി സിസ്റ്റം അത്ര സൂപ്പറാണ്. അപ്പോൾ ഇത് എയർപോർട്ടിൽ ചെക്ക് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പുറമേ, പോലീസിന് പുറമേ സ്നിഫർ ഡോഗ്സ്, ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് നായ്ക്കളുണ്ട്. അവർക്കറിയില്ലല്ലോ ഈ വരുന്ന സെലിബ്രിറ്റിയാണോ, മഹാനടനാണോ, മന്ത്രിയാണോ, മുഖ്യമന്ത്രിയാണോ എന്ന് അവർക്കറിയില്ല. അവരിത് കാണുമ്പോൾ കുറയ്ക്കും. അപ്പം നിങ്ങൾ പെടുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഡിസംബർഗേഷൻ കാർഡ് തരും. ആ കാർഡിൽ എന്തൊക്കെ ഉണ്ട് നിങ്ങളുടെ ലഗേജിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. നിങ്ങൾ ഡിക്ലെയർ ചെയ്യാതെ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് എഴുതുകയും പോലീസ് കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം, നിങ്ങളിൽ പല പല സാധനങ്ങൾ കാണും. അച്ചാർ കാണും, ചിലപ്പം തിരുവനന്തപുരത്ത് ആണെങ്കിൽ പോളിയം കാണും, വടക്കൻ കേരളത്തിൽ ആണെന്നുണ്ടെങ്കിൽ അമിട്ട് പോലത്തെ ചില സാധനങ്ങൾ, കുണ്ട് പോലത്തെ സാധനങ്ങൾ കാണും. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം, പക്ഷേ നിങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഡിക്ലെയർ ചെയ്യാതെ വന്നാൽ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംശയമുണ്ട്. ഇപ്പം അമ്മൂമ്മ, നാട്ടിലുള്ള അമ്മൂമ്മ മെൽബണിലുള്ള കൊച്ചുമോന് സ്പെഷ്യൽ ഇടിയപ്പം അല്ലെങ്കിൽ അച്ചപ്പം ഉണ്ടാക്കി വിട്ടു. ഈ അച്ചപ്പം ഡിക്ലെയർ ചെയ്യണോ വേണ്ടോ ഇല്ലയെന്ന് ചിലപ്പോൾ നമുക്ക് ഒരു സംശയം വരും. സംശയമുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യുക, യെസ് എൻ്റെ ഒരു സാധനമുണ്ട് എന്ന് ഡിക്ലെയർ ചെയ്യുക. ഇറങ്ങിയാൽ അവിടെ പോലീസിന് ചോദിക്കും, നിങ്ങൾ എന്താ ഉണ്ടെന്ന് എഴുതിയല്ലോ, എന്താണ് സാധനം? അപ്പോൾ പറയും അച്ചപ്പം. അപ്പോൾ അച്ചപ്പം തുറന്ന് കാണിക്കുമ്പോഴത്തേക്ക് പോലീസിന് പിടികിട്ടും ഇത് അച്ചപ്പമാണ് അല്ലെങ്കിൽ കുഴലപ്പമാണ്. ചിലപ്പോൾ പറയും എടുത്ത് കളയാൻ പറയും. പിടികിട്ടാത്ത പോലീസാണെങ്കിൽ എടുത്ത് കളയാൻ പറയും, അവരെടുത്ത് കളയും. അതോടുകൂടി പ്രശ്നം തീർന്നു. അതല്ല, നിങ്ങൾ അവിടെ ഇരുന്ന് വാദിക്കുകയാണ് ഇത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് അച്ചപ്പമാണ്, കുഴലപ്പമാണ്, എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കി തന്നാന്നൊക്കെ പറഞ്ഞ് വാദിച്ചാൽ പോലീസിന് കലി കയറും. അവരെപ്പോഴേ ഫൈൻ അടിക്കും. ഫൈൻ കൂടുതലടിക്കും, കൂടുതൽ ആർഗ്യൂ ചെയ്താൽ കൂടുതലടിക്കും. അപ്പോൾ അതിനൊന്നും മെനക്കെടണ്ട. സാധനം കയ്യിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട് എന്നെഴുതിയാൽ എല്ലാ പ്രശ്നവും തീർന്നു. ഇത്രയേ ഉള്ളൂ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡ് പോലും